അതിനു മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാതെ മുൻഗണന ഏതിനാണ് കൊടുക്കേണ്ടത് എന്നതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണല്ലോ. പ്രത്യേകിച്ച് കേരളത്തിലാണ് അത് കൂടുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ടോ? നമ്മൾ സ്വന്തമായിട്ട് ആവശ്യമില്ലാതെ കോൺസ്പിറസി തിയറി ഉണ്ടാക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഇലക്ഷനാണ്, അതിന്റെ പിന്നിൽ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ്. അത് മുസ്ലിം സമൂഹത്തിലെ പലരുമാണ് ചെയ്യുന്നത്. അവരത് ചെയ്യരുതെന്നുള്ളതാണ് അഭ്യർത്ഥന. രണ്ട്, അവരത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ആരിഫ് ഭായ് അടക്കം ഇസ്ലാം മതമാണ് പിന്നിലെന്നും ഇസ്ലാം മതത്തിന്റെ തത്വശാസ്ത്രവും പ്രത്യയശാസ്ത്രവുമാണ് ഇതിന്റെ പിന്നിലെന്നും പറയുമ്പോൾ അവരതിനുള്ള ഡിഫൻസ് എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വിഷമമുണ്ട് ഈ വിഷയത്തിൽ. കാര്യം അവരാണ് മുൾമുനയിൽ നിൽക്കുന്നത്, അവരാണ് ചോദ്യശരത്തിന് നിൽക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ മീഡിയൻ ചാനലിനെ വളരെ ബഹുമാനത്തോടെ ഞാൻ വിളിച്ചു പറഞ്ഞു. അവരുടെ ഫ്രണ്ട് പേജിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ 2020 ഒരു ആർട്ടിക്കിളാണ്. ഏതോ ഒരു BJP നേതാവ് IT സെല്ലിന്റെ ഭാഗമായിട്ട് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, തീവ്രവാദികൾക്ക് ആയുധം എത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം, മാറ്റണം. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഇത് ഒരു മുസ്ലിം മനസ്സ് ചെയ്യുന്നത് അവർക്ക് അരക്ഷിത ബോധം തോന്നുന്നതുകൊണ്ടാണ്. അതായത് ഇതിന്റെ എല്ലാം പിന്നിൽ മുസ്ലിമും മുസ്ലിമിന്റെ ആൾക്കാരും അവരുടെ കിതാബുമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഇൻസെക്യൂരിറ്റിയിൽ ഡിഫൻസ് എടുക്കുന്നതാണ്. നമുക്ക് സത്യസന്ധമായി അറിഞ്ഞൂടെ? ഇനി മൂന്ന്, ആരിഫ് ഭായിയോട് അടക്കമുള്ള ചോദ്യം. എനിക്ക് ഇഷ്ടവും ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം. ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട്. അതായത് കാശ്മീർ യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കലായ പ്രശ്നം കൂടിയില്ലേ? അതിനെ മതത്തിന്റെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് വളരെ ഓബ്വിയസ്ലി മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം. അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോരെ? പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ? ദുബായിൽ ഏതെങ്കിലും ഇതേ കൊന്നാൽ പോരെ? സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാൽ പോരെ? ലോകത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ, അതായത് ബാക്കിയുള്ള സൗദി അറേബ്യയോ ഒമാനോ ഗൾഫോ അല്ല UAE അല്ലെങ്കിൽ ഖത്തറോ, എത്രയോ രാജ്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫിറിനെ കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നതിന്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാൽ പോരെ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ, അവർക്ക് ഒന്നാമത് ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്. അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു. അവരിൽ ഒരു തീവ്ര വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുകയാണ്. ഈ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും എങ്ങനെങ്കിലും